ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരാനാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് ബയോകെമിസ്ട്രി ആണ്. നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. VHSC MLT ടെക്സ്റ്റ് ബുക്ക് എന്ന് കൊടുത്തെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ കിട്ടും. സോ മെറ്റീരിയൽ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ബയോകെമിസ്ട്രി എന്താണെന്നുള്ളൊരു വേഗ് ഐഡിയ നമുക്ക് വേണം. നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെ പറ്റി ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. CSF, ബ്ലഡ്, യൂറിൻ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അനലിറ്റിക്കൽ മെഷർമെൻറ്റ് നടത്തി അത് സ്റ്റാൻഡേർഡ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്ത് ഏതൊരു ഓർഗൻ്റെ മാൽഫങ്ഷൻ ആണ് എന്ന് കണ്ടുപിടിക്കാനും ആ ഒരു ഡയഗ്നോസിസിനും ഫർദർ ട്രീറ്റ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി പ്രൊസീജിയേഴ്സിന് കിട്ടുന്ന റിസൾട്ട് തന്നെയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. പ്യൂരിറ്റി ബേസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ അല്ലെങ്കിൽ റുട്ടീൻ ലബോറട്ടറി പ്രൊസീജിയേഴ്സിനൊക്കെ നമ്മൾ ലബോറട്ടറി ഗ്രേഡ് റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി പ്രൊസീജിയേഴ്സ്, അതായത് CSF അങ്ങനെയുള്ള കാര്യങ്ങളിലെ ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്ന സമയത്താണ് നമ്മൾ അനലിറ്റിക്കൽ ഗ്രേഡ് റിയേജൻസ് നടത്തുന്നത്, കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽസ് തന്നെ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽസും ഉണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസും ഉണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്യുവർ ഫോമിൽ ഉള്ളതായിരിക്കും, അതായത് ക്രിസ്റ്റലൈൻ ഫോമിൽ, വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ഫോമിൽ ഉള്ളതായിരിക്കും. അത് നമുക്ക് കുറച്ച് ലോങ് നാളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് സോഡിയം കാർബണേറ്റ്, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ് ആൻഡ് ഓക്സാലിക് ആസിഡ്. ദെൻ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസിൽ വരുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് സൊല്യൂഷൻസ് ആണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ട് അങ്ങനെയുള്ളൊരു ഹോമോജനസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി അതിലേക്ക് ഒരു സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൊല്യൂട്ടിനെയും കൂടെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ആ സോൾവെൻറ്റിന് ഇല്ല. അങ്ങനെയുള്ളതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൈൻഡ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സൊല്യൂഷനാണ്. അതായത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ, ആ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ പെർസെൻറ്റേജിൽ പറയുന്നതിനാണ് പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ബൈ എമൗണ്ട് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100, ആ പെർസെൻറ്റേജിൽ പറയുന്നതിനാണ് പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ നോർമൽ സൊല്യൂഷൻസും ഉണ്ട്, മൊളാർ സൊല്യൂഷനും ഉണ്ട്. മൊളാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ പെർ 1 മോൾ പെർ 1 ഓഫ് ദ സൊല്യൂഷൻ. അതുപോലെ നോർമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ 1 ഗ്രാം സൊല്യൂട്ട് പെർ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഇതാണ് മൊളാറും നോർമൽ നമ്മൾ പഠിക്കുന്ന മൊളാരിറ്റി, നോർമാലിറ്റി, അതിൻ്റെ ബേസിൽ വരുന്ന ഒരു സംഭവമാണിത്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ നമുക്കറിയാം, അതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഇനിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.